ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലസ് എന്നുള്ള ടോപ്പിക്കിലെ എന്നുള്ള പേപ്പറിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലസിന്റെ വളരെ ബേസിക് അല്ല എങ്കിലും തുടക്കം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലിമിറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നത് ലിമിറ്റ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അതിന്റെ മീതുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് പറയണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ്സ് എന്താണ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂറ്റിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. ഇന്ന് രണ്ടാമത്തെ ക്ലാസ് ആയിട്ടുള്ള ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽക്കുലസിലെ തന്നെ പ്രധാനപ്പെട്ട കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. കണ്ടിന്യൂറ്റി, അതിന്റെ വാക്കിൽ നിന്ന് നിങ്ങൾക്കറിയാം, വാട്ട് ഡു യു മീൻ ബൈ കണ്ടിന്യൂറ്റി? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പല വട്ടം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ ചില ഫംഗ്ഷനുകളൊക്കെ, ഫോർ എക്സാമ്പിൾ അവർ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ രീതിയിലാണ് പോകുന്നത്, എവിടെയും ബ്രേക്കില്ല. നമുക്ക് ഹോൾ സൈൻ ഫംഗ്ഷനെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നേരെ മറിച്ച് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ പല സ്റ്റെപ്പ് ഫംഗ്ഷനുകളും നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ സപ്പോസ് ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് വിചാരിക്കാം. ഇങ്ങനെ പോകുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഇത് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡിൽ നിന്ന് പ്ലെയിനിൽ നിന്ന് പെൻ അല്ലെങ്കിൽ പെൻസിൽ എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് വേണം. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ഫംഗ്ഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കില്ല. പരാബോള, എലിപ്സ്, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഒറ്റ പ്ലെയിനിൽ നിന്ന് പെൻസിൽ എടുക്കാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആ കർവിനെ പ്ലോട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ്, അപ്പോൾ we say that this function is broken അല്ലെങ്കിൽ it is not continuous. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോ ജോമെട്രിക്കൽ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ those functions which can be drawn in single handedly. നമുക്ക് പെൻ എടുക്കാതെ തന്നെ, പെൻസിലോ പെന്നോ എടുക്കാതെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്ന ഫംഗ്ഷൻ അങ്ങനെ ചിന്തിക്കാവുന്നതാണ്. അതിന്റെ രണ്ട് അല്ലാത്ത എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനും പിന്നെ സൈൻ, കോസ്, ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. ഒറ്റ അടിക്ക് അത് കംപ്ലീറ്റ് ഒരു വിധം വേണമെന്ന് ചെയ്യാൻ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാത്തമാറ്റിക്കലി പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വേഗ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല. വി ഹാവ് ടു ഡിഫൈൻ കണ്ടിന്യൂറ്റി ഇൻ അബ്സ്ട്രാക്ട് ഫോം ഓർ ഇൻ മാത്തമാറ്റിക്കൽ ഫോം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയും പലതരം കണ്ടിന്യൂറ്റികളുണ്ട്. ഇത് പലതരം കണ്ടിന്യൂറ്റികളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. കണ്ടിന്യൂറ്റി ആണ് പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ പഠിക്കുമ്പോൾ പലതരം കണ്ടിന്യൂറ്റികളെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏത് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. മെയിൻ കാര്യങ്ങളും ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. രണ്ട് പ്രോബ്ലംസും ഇവിടെയുണ്ട്. ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അക്ഷരങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ, ഉദ്ദേശ കാര്യങ്ങൾ മുഴുവൻ ഇത്രയും ചെറുതാക്കി എഴുതേണ്ടി വന്നു. അക്ഷരങ്ങൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഡിഫൈൻ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോൾ ഡെഫിനിഷൻ എങ്ങനെയാണ്? Let f of x be a function defined on an interval ab, on a closed interval ab. fx is continuous എന്നാണ് പറയുന്നത്. fx കണ്ടിന്യൂസ് ആവണം. മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ഇന്റർവെൽ കിട്ടി കഴിഞ്ഞാൽ 3 സ്ഥലങ്ങളിൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാം. 3 സ്ഥലങ്ങളിൽ ആദ്യത്തേത് ഇന്റർമീഡിയറ്റ് പോയിന്റ് ആയിട്ടുള്ള എയുടെയും ബിയുടെയും നടുക്കിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആയിട്ടുള്ള സി എന്ന് പറയുന്ന ഒരു പോയിന്റ്, പിന്നെ ഒന്ന് എ, പിന്നെ ഒന്ന് ബി. ഈ 3 പോയിന്റുകളിലും കണ്ടിന്യൂറ്റി നമുക്ക് പറയാവുന്നതാണ്. ചെറിയ വ്യത്യാസമുള്ള ഡെഫിനേഷനിൽ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല, സ്പെസിഫിക് ആയിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജനറലി നമ്മൾ കണ്ടിന്യൂറ്റി എന്ന് തന്നെയാണ് പറയാം. അപ്പൊ നമ്മൾ ഡെഫിനേഷനിൽ ആദ്യം പറയാൻ പോകുന്നത് f of x is continuous at an interior point c element of c എന്ന് പറയുന്നത് a b എന്ന് പറയുന്ന ഇന്റർവെല്ലില് ഉള്ളിൽ കിടക്കുന്ന ഒരു ഇന്റീരിയർ പോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി പറയുക? അപ്പൊ സി എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ പോയിന്റില് f of x കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഇതാണ് കണ്ടീഷൻ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു c f of x should exist and value of that limit should be the same as f of c. But if c is an interior point in AB, then f of x is continuous at c if limit extends to c f of x exists and limit extends to c f of x equal to f of c. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ limit extends to c f of x exists എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുകയും വേണം, അത് സെയിം ആയിരിക്കുകയും വേണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു c minus f of x equal to limit extends to c plus f of x equal to f of c. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ we say that f of x is continuous at an interior point c.
സി ഒരു ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണ്. ആ ലിമിറ്റിന്റെ വാല്യൂ എഫ് ഓഫ് സിയും ആ ലിമിറ്റിന്റെ വാല്യൂവും എഫ് ഓഫ് സിയും രണ്ടും സെയിം ആകുമ്പോഴാണ് the function is continuous at an interior point C എന്ന് പറയുന്നത്. ഇനി എൻഡ് പോയിന്റുകളാണ്. അതിൽ ആദ്യത്തെ എൻഡ് പോയിന്റ് ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണ് എ. എ എന്ന് പറയുന്ന പോയിന്റിൽ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുക? എ എന്ന് പറയുന്നതിന്റെ ഇപ്പുറം, അതായത് ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഒന്നുമില്ല. ഡിഫൈൻഡ് ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവാതിരിക്കാം. അപ്പൊ എയുടെ ഇപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഷുഡ് എക്സിസ്റ്റ് and the value of this limit should be equal to f of a. a plus പറയുമ്പോൾ a യുടെ ഇപ്പുറത്തെ ഫംഗ്ഷന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഡിഫൈൻഡ് ഇല്ല. അപ്പോൾ a യുടെ ഇപ്പുറത്ത് ഉള്ള ഫംഗ്ഷൻ, അതായത് a യിലുള്ള റൈറ്റ് ലിമിറ്റ് f of x ന്റെ റൈറ്റ് ലിമിറ്റ് f of a നോട് ഈക്വൽ ആണെങ്കിൽ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് മീൻസ് f of x is continuous at a എന്ന് പറയുന്നത്. ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ റൈറ്റ് ലിമിറ്റും f of a യും സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ്. ഇതേപോലെ റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടുള്ള ബി, റൈറ്റ് എൻഡ് പോയിന്റ് ആയിട്ടുള്ള ബിക്ക് അപ്പുറം നമുക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് അറിയില്ല. ബിയുടെ ഉള്ളിൽ, ബിയുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ അവിടെ ബി എന്ന് പറയുന്ന എൻഡ് പോയിന്റില് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് ബി ഷുഡ് ബി ദ സെയിം ആസ് എഫ് ഓഫ് ബി. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ്. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം, ഇൻഫിനിറ്റി ഒന്നും ആയി പോകരുത്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ആൻഡ് ദിസ് ലിമിറ്റ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് ബി. ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവണം. അപ്പൊ റൈറ്റ് എൻഡ് പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാവണം. ആ ലെഫ്റ്റ് ലിമിറ്റ് എഫ് ഓഫ് ബിയോട് സെയിം ആയിരിക്കണം. ലെഫ്റ്റ് എൻഡ് പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് ഉണ്ടാവണം. ആ റൈറ്റ് ലിമിറ്റ് എഫ് ഓഫ് എയോട് സെയിം ആവുമ്പോഴാണ് എൻഡ് പോയിന്റുകളിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. സാധാരണ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഞാൻ ഡെഫിനിഷൻ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല. എനിവേ ദിസ് ഇസ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ ഓർക്കുക, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് the limit extends to c f of x should exist and the value of the limit should be equal to f of c. അതായത് ലെഫ്റ്റ് ലിമിറ്റ് should be the same as right limit at c and the value of that limit should be the same as f of c. ഈ ഡെഫിനിഷൻ ഇതാണ് എപ്പോഴും ഓർക്കുന്നത്. this one, left limit and right limit exists and value of the limit should be equal to f of c. അപ്പോൾ ഇന്റീരിയർ പോയിന്റിൽ മെയിൻ ആയിട്ട് ഇതാണ് ആവശ്യമില്ല, ഇതൊരു സപ്ലിമെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ഇന്റീരിയർ പോയിന്റിൽ സി എന്ന് പറയുന്ന ഇന്റീരിയർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് ഷുഡ് എക്സിസ്റ്റ് ആൻഡ് ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഷുഡ് ബി ഈക്വൽ ടു f of c. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു c മൈനസ് f of x equal to limit extends to c plus f of x equal to f of c ആണെങ്കിൽ f of x will be continuous at c. ഇനി ഈ കേസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വേറെ ചില വിഭാഗങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചില സിറ്റുവേഷൻസിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് രണ്ടും സെയിം ആയിരിക്കും. പക്ഷേ ആ ലിമിറ്റിന്റെ വാല്യൂ എഫ് ഓഫ് സി എന്ന് പറയുന്നതിനോട് ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ലെഫ്റ്റ് ലിമിറ്റ് will be equal to right limit, so the limit exists but the value of the limit need not be equal to f of c. അപ്പോൾ ഫംഗ്ഷനിലുള്ള ആ ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിലുള്ള വാല്യൂയും ലിമിറ്റിന്റെ വാല്യൂയും ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഡിഫറെന്റ് ആവാൻ സാധ്യതയുണ്ട്. ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് സെയിം ആണ്, പക്ഷെ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് സി. അങ്ങനെ വരുമ്പോൾ സി ഈസ് എ പോയിന്റ് ഓഫ് റിമൂവ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹാസ് എ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി അറ്റ് ദ പോയിന്റ് സി. ഓർക്കുക, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും, പക്ഷെ ആ രണ്ട് ലിമിറ്റും എഫ് ഓഫ് സിയോട് ഈക്വൽ ആകില്ല. അങ്ങനെ വരുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷന് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയും. ദിസ് ഇസ് എ സ്പെസിഫിക് കേസ്. അടുത്ത കേസ് വരുന്നത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, അത് ചിലപ്പോൾ ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ടാകും, റൈറ്റ് ലിമിറ്റ് ഉണ്ടാകും, ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ എഫ് ഓഫ് സിയോട് ഈക്വൽ ആകും. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ, വേഗമായിട്ടുള്ള ഒരു സംഭവമാണ്. ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്, റൈറ്റ് ലിമിറ്റ് രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻഫിനിറ്റി ഒന്നുമില്ല. പക്ഷെ ചിലപ്പോൾ രണ്ടും ഡിഫറെന്റ് ആകും, ചിലപ്പോൾ ആ ഡിഫറെന്റ് ആയിട്ടുള്ളത് എഫ് ഓഫ് സിയോട് സെയിം ആകാം, സെയിം ആവാതിരിക്കാം. അങ്ങനെ വരുമ്പോൾ the function is said to have a discontinuity of first kind. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യും, പക്ഷേ അത് ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. മാത്രമല്ല ഇത് എഫ് ഓഫ് സിയോട് ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറയുന്നത്. Now അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ചിലപ്പോൾ രണ്ടും എക്സിസ്റ്റ് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്. ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാം, ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം.
എങ്ങനെ വരും എന്ന സിറ്റുവേഷനിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ്, ഇത് സ്പെസിഫിക് ആണ്, ഡെഫിനിഷന് കൂടെ പറഞ്ഞു എന്നുള്ളൂ, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കണമെന്നില്ല. ബട്ട് യു ഷുഡ് നോ ദീസ് ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്, അത്രേ ഉള്ളൂ. അപ്പം റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ്. റിമൂവബിൾ നമുക്ക് ഫംഗ്ഷനെ മാറ്റി ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ആ പർട്ടിക്കുലർ സി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷനെ മാറ്റി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. മറ്റ് കണ്ടിന്യൂറ്റികൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് തള്ളിക്കളിയാണ് ചെയ്യുക. അപ്പോൾ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഈസ് ഇമ്പോർട്ടന്റ്. Discontinuity of first kind, discontinuity of second kind. ഇനി അടുത്ത് പറയുന്നത് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ആർ ബോത്ത് ഇൻഫൈനൈറ്റ്, then infinite discontinuity. അത്ര കെയർ കൊടുക്കേണ്ട കാര്യമില്ല, ബട്ട് യു ഷുഡ് ബി എക്സ്ട്രാ കെയർഫുൾ. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതാണ്. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി എങ്ങനെയാണ് മോഡിഫൈ റീഡിഫൈൻ ദ ഫംഗ്ഷൻ ടു മേക്ക് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഫംഗ്ഷനെ മാറ്റി ഡിഫൈൻ ചെയ്യും. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അപ്പൊ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്, ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് ആൻഡ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. റിമൂവബിൾ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് സെയിം ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ എഫ് ഓഫ് സി. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട് റൈറ്റ് ലിമിറ്റ് ഉണ്ട്, പക്ഷെ അത് ഈക്വൽ ആയിക്കൊള്ളുന്നില്ല, അത് എഫ് ഓഫ് സിയോട് ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ വരുമ്പോൾ അത് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ് ആണ്. ഇനി ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ ഇല്ലാതിരിക്കുക, അങ്ങനെ വരുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് സെക്കൻഡ് കൈൻഡ് ആണ്. ഇനി ലെഫ്റ്റ് ലിമിറ്റോ റൈറ്റ് ലിമിറ്റോ ഇൻഫിനിറ്റി ആകുമ്പോൾ ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഈ ഇതുവരെ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫംഗ്ഷൻ ഒരു ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ആണ് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽസ് സി എന്ന് പറയുന്ന ഇന്റീരിയർ പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽസ് റൈറ്റ് ലിമിറ്റ് ഈക്വൽസ് എഫ് ഓഫ് സി, then എഫ് ഓഫ് എക്സ് is said to be continuous at x equal to c. എൻഡ് പോയിന്റുകളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ലെഫ്റ്റ് എൻഡ് പോയിന്റ് ആണെങ്കിൽ റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എയും സെയിം ആയിരിക്കണം, റൈറ്റ് എൻഡ് പോയിന്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും എഫ് ഓഫ് ബിയും സെയിം ആയിരിക്കണം. അങ്ങനെയാകുമ്പോൾ the function is said to be continuous. ഇനി പലതരം കണ്ടിന്യൂറ്റി ആണ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ആണ്. റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, ഫസ്റ്റ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി, സെക്കൻഡ് കൈൻഡ് ഡിസ്കണ്ടിന്യൂറ്റി ആൻഡ് ഇൻഫൈനൈറ്റ് ഡിസ്കണ്ടിന്യൂറ്റി. അതിൽ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി ഒന്ന് ശ്രദ്ധിക്കണം. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും, പക്ഷേ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് വാല്യൂ എഫ് ഓഫ് സി നോട് ഈക്വൽ ആയിരിക്കില്ല. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ എഫ് ഓഫ് സി. ദാറ്റ് ഈസ് റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പൊ ഇതാണ് ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാൻ ഉള്ളതാണ്. This is my first problem. Check the continuity of f of x equal to root of 4 minus x square on minus 2 2. Minus 2 2 എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ f of x equal to root of 4 minus x square ന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ്. അപ്പൊ ഇവിടുത്തെ പോലെ മൂന്ന് കണ്ടിന്യൂറ്റീസ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്ന് ഇന്റീരിയർ പോയിന്റിൽ, ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആയിട്ടുള്ള -2 ൽ, രണ്ട് അല്ലെങ്കിൽ മൂന്നാമത്തേത് റൈറ്റ് ഹാൻഡ് പോയിന്റ് ആയിട്ടുള്ള 2 ൽ. മൂന്ന് പോയിന്റുകളിലും സ്പെസിഫിക് ആയിട്ട് കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ഫസ്റ്റ് പ്രോബ്ലം എന്ന നിലയ്ക്ക് ചെയ്യുന്നതാണ്. മൂന്നും ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ലെറ്റ് സി ബി an interior point of -2 2 to -2 2 ൽ -2 അല്ല 2 അല്ല, പക്ഷേ നടുക്കിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ സി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ കണ്ടിന്യൂറ്റി ഡെഫിനിഷൻ ഓർക്കുക. സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ, ഇന്റീരിയർ പോയിന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് സി. നമുക്ക് നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് നമ്മൾ ഇന്നലെ ലിമിറ്റിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 f of c minus h. limit x tends to a plus f of x and limit h tends to 0 f of a plus h എന്ന് പറയുന്ന പോലെ limit x tends to c minus f of x is limit h tends to 0 f of c minus h equal to limit h tends to 0 c minus f of c minus h എന്ന് പറഞ്ഞാൽ ഈ x ന് പകരം c minus h എന്ന് കൊടുക്കുക. അപ്പോൾ limit h tends to 0 root of 4 minus c minus h whole square. അപ്പോൾ h ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ h ന് 0 എന്ന് കൊടുക്കുക. root of 4 minus c square എന്നാണ്. root of 4 minus c square എന്ന് കിട്ടും. അപ്പോൾ limit x tends to c minus f of x is root of 4 minus c square. Now limit x tends to c plus f of x. limit x tends to c plus f of x എന്ന് പറയുമ്പോൾ limit h tends to 0 f of c plus h. ഇന്നലെ ലിമിറ്റിന്റെ ഡെഫിനിഷൻ പഠിച്ച ഫോർമുലയാണ്. limit x tends to c plus f of x is limit h tends to 0 f of c plus h equal to root of limit h tends to 0 root of 4 minus അതായത് f of c plus h എന്ന് പറഞ്ഞാൽ x ന് c plus h എന്ന് കൊടുക്കുക. അപ്പോൾ limit h tends to 0 root of 4 minus c plus h whole square. h ന് ലിമിറ്റ് കൊടുക്കുമ്പോൾ h ന് 0 എന്ന് കൊടുക്കുമ്പോൾ you again get root of 4 minus c square. അപ്പോൾ limit x tends to c minus ഉം root of 4 minus c square ആണ്. limit x tends to c plus ഉം root of 4 minus c square ആണ്.
Now we find limit extends to c f of x. Limit extends to c f of x on x nu പകരം c എന്ന് കൊടുക്കുക. Limit extends to c f of x is f of c equal to root of 4 minus c square. അപ്പോൾ ഇവിടെ നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റും root of 4 minus c square, റൈറ്റ് ലിമിറ്റും root of 4 minus c square. Limit, the value of the limit at c, that is f of c, limit extends to c f of x is again root of 4 minus c square. This is, hence it is clear that the given function is continuous at c. Left limitum, right limitum same ആണ്, മാത്രമല്ല ആ രണ്ട് ലിമിറ്റും f of c യോടും സെയിം ആണ്. അതായത് the function is continuous. root of 4 minus x square എന്ന് പറയുന്ന function is continuous at an interior point c. c എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു പോയിന്റിൽ ഏത് പോയിന്റ് എടുത്താലും അത് continuous ആണ്. ഇനി എൻ പോയിന്റുകൾ നോക്കാം. എൻ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് is -2. ലെഫ്റ്റ് ഹാൻഡ് പോയിന്റിൽ നമ്മൾ റൈറ്റ് ലിമിറ്റും f of that particular f of a, അതായത് f of -2 സെയിം ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ റൈറ്റ് ലിമിറ്റ് extends to -2 plus f of x. -2 മുതൽ 2 വരെയാണ്. -2 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? -2 2. അപ്പോൾ നമുക്ക് -2 ഇപ്പുറത്ത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. -2 ഉള്ളിലേ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് റൈറ്റ് ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലിമിറ്റ് extends to -2 plus f of x equal to limit h tends to 0 f of -2 plus h f of limit extends to a plus f of x എന്ന് പറഞ്ഞാൽ limit extends to limit h tends to 0 f of a plus h. അപ്പോൾ limit extends to -2 plus f of x എന്ന് പറയുമ്പോൾ limit h tends to 0 f of -2 plus h. That is limit h tends to 0 root of 4 minus f of -2 plus h എന്ന് പറയുമ്പോൾ x ന് പകരം -2 plus h എന്ന് കൊടുക്കുക. limit h tends to 0 root of 4 minus -2 plus h whole square. അപ്പോൾ h ന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ h ന് 0 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം h ന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ root of 4 minus -2 whole square, that is 4 minus 4, that is 0. അപ്പോൾ limit extends to -2 plus f of x is 0. ഇതേപോലെ തന്നെ we can find limit extends to -2 f of x. limit extends to -2 f of x എന്ന് പറയുമ്പോൾ f of -2 ആണ്. limit extends to -2 f of x എന്ന് പറഞ്ഞാൽ f of -2 എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 0 തന്നെയാണ് കിട്ടുക. f of -2 is 0. x ന് പകരം -2 കൊടുക്കുക. അപ്പോൾ f of -2 is 0. അപ്പോൾ limit extends to -2 plus f of x ഉം limit extends to -2 f of x ഉം സെയിം ആണ്. അപ്പോൾ -2 എന്ന് പറയുന്ന പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി 2 എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. 2 എന്ന് പറയുന്ന പോയിന്റ് അതേപോലെ തന്നെ limit extends to 2. 2 ൽ പക്ഷേ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെഫ്റ്റ് ലിമിറ്റ് ആണ്. കാരണം 2 ന് അപ്പുറം ഇന്റർവെൽ ഇല്ല. അപ്പോൾ 2 ൽ ലെഫ്റ്റ് ലിമിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സിമിലർലി we can prove that limit extends to 2 minus f of x, 2 minus left limit ആണ് equal to limit extends to 2 f of x equal to 0. അപ്പോൾ -2 ലും 2 ലും the function is continuous. അപ്പോൾ നമ്മൾ ഇവിടെ മൂന്ന് പോയിന്റുകളിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തു. ഒന്ന് c എന്ന് പറയുന്ന പോയിന്റ്, അവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചു. അത് f of c യോട് ഈക്വൽ ആണെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഹാൻഡ് പോയിന്റ് ആയിട്ടുള്ള -2 ല് നമ്മൾ ഈ -2 എന്ന് പറയുന്ന പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചു. ആ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്ന സാധനം 0 ആണ്. അത് f of -2 നോട് സെയിം ആണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തു. അതായത് -2 ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി റൈറ്റ് ഹാൻഡ് പോയിന്റ് ആയിട്ടുള്ള 2 ൽ നമ്മൾ കണ്ടുപിടിച്ചത് ലെഫ്റ്റ് ലിമിറ്റ് ആണ്. 2 ന്റെ ഇപ്പുറത്തുള്ള ലിമിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. 2 ന്റെ ലെഫ്റ്റ് ലിമിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 2 ൽ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചു. ഞാൻ സിമിലർലി ഇത് പറഞ്ഞ എഴുതിയിട്ടേ ഉള്ളൂ, വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. 2 ൽ ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചു. ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിച്ചപ്പോൾ that we have got it as 0 and that is the same as f of 2. അപ്പോൾ -2 ലും കണ്ടിന്യൂസ് ആണ്, 2 ലും ഈ ഫംഗ്ഷൻ continuous ആണ്. As a whole, in this whole interval, the given function f of x is continuous. So this is our first problem. ഞാൻ ഇവിടെ എല്ലാം എഴുതിയിട്ടതാണ് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ അടുത്ത ക്ലാസ്, ചിലപ്പോൾ അടുത്ത ക്ലാസ് ഒന്നും ചിലപ്പോൾ എഴുതിയിട്ട് ഇട്ടോളൊന്നുമില്ല. ഒരുപാട് എഴുതാനുള്ളതുകൊണ്ട് സമയം വീഡിയോ അത്രയും നീണ്ടു പോകും. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ this function root of f of x equal to root of 4 minus x square is continuous on the whole interval -2 2. മൂന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കി -2 2 ൽ അത് continuous ആണ്. Now come to our second problem. Second problem എന്ന് പറഞ്ഞാൽ I am defining f of x as f of x equal to 1 for x greater than or equal to 0 and equal to 0 for x less than 0. ഇതാണ് ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരെ. x 0 ൽ കുറവ് വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതാണ് ഈ സംഭവമാണ്. f of x will be 0. x 0യോ അതിൽ കൂടുതലോ വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. x 0 ലെ ഹോൾ ആണ്, 0 ലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അവിടെ ഡോട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ
0 പോലെ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. 0 ന് ശേഷം വരുന്ന x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതാണ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക. ഹെവി സൈഡ് ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ f of x, the graph of f of x is this one. Check continuity at x equal to 0. x equal to 0 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓർക്കുക, ഇവിടുത്തെ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഇൻ ദ ഹോൾ റിയൽ ലൈൻ. അതായത് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ -∞ ഇൻഫിനിറ്റി ആണ്. കണ്ടില്ലേ, ഗ്രാഫ് നോക്കി അറിയാം. -∞ മുതൽ 0 വരെ, 0 മുതൽ ഇൻഫിനിറ്റി വരെ, -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഇതിന്റെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഇന്റർവെൽ. അപ്പോൾ ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് x equal to 0 നമ്മൾ x equal to 0 becomes an interior point. ഓക്കെ, -∞ മുതൽ ഇൻഫിനിറ്റി വരെയാണ് ഫംഗ്ഷൻ. അപ്പോൾ എൻഡ് പോയിന്റുകൾ ഇല്ല, അല്ലെ എൻഡ് പോയിന്റ് -∞ ഇൻഫിനിറ്റി ആണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 0 ൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കാനാണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് എൻഡ് പോയിന്റ് അല്ല, എന്താ പറയുക, ഇന്റീരിയർ പോയിന്റ് ആണ്. ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ 3 തരം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത്. 3 കണ്ടിന്യൂറ്റി 3 തരത്തില് 3 ലിമിറ്റുകൾ കണ്ടുപിടിക്കണം. ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ലിമിറ്റ് കണ്ടുപിടിക്കണം, ആൻഡ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ അറ്റ് ദാറ്റ് ഇന്റീരിയർ പോയിന്റ്. ഇത് 3 കണ്ടുപിടിക്കണം. എന്നിട്ട് അതെല്ലാം സെയിം ആണെങ്കിലാണ് കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 0 is an interior point. So x equal to 0 is an interior point. We are first finding the left limit. Limit x tends to 0 minus f of x. Limit x tends to 0 minus f of x equal to limit h tends to 0 f of 0 minus h. ഇത് ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ലെഫ്റ്റ് ലിമിറ്റിന്റെ ഡെഫിനിഷൻ ആണ്. f of limit x tends to 0 minus f of x is limit h tends to 0 f of 0 minus h. That is limit h tends to 0 f of minus h. Limit h tends to 0 f of minus h. ഈ മൈനസ് h എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്, ലെസ് ദാൻ 0 ആണ്. മൈനസ് h is less than 0. അപ്പോൾ x ലെസ് ദാൻ ഫംഗ്ഷൻ x ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ലിമിറ്റ് h tends to 0 f of minus h എന്ന് പറഞ്ഞാൽ f of minus h is always 0 by our definition. അപ്പോൾ ലിമിറ്റ് x tends to 0 minus f of x is 0. Left limit 0 ആണ്. Now come to the right limit. Limit x tends to 0 plus f of x. Limit x tends to 0 plus f of x എന്ന് പറഞ്ഞാൽ limit h tends to 0 f of 0 plus h. Limit h tends to 0 f of 0 plus h. Limit x tends to 0 plus f of x ആണ്. Right limit ന്റെ definition ആണ്. Limit h tends to 0 f of 0 plus h equal to limit h tends to 0 f of h. ഈ f of h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള അല്ലെങ്കിൽ 0യോ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ ലിമിറ്റ് h tends to 0 f of h എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് വരിക. ദാറ്റ് ഈസ് 1. അപ്പോൾ റൈറ്റ് ലിമിറ്റ് അപ്പോൾ h x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. അപ്പോൾ h tends to 0 f of h is പോസിറ്റീവ്. അപ്പോൾ ലിമിറ്റ് h tends to 0 f of x അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് is 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് 0 ലുള്ള ലെഫ്റ്റ് ലിമിറ്റ് നിങ്ങൾക്ക് 0 കിട്ടി. ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് 0 ആണ്. ഫംഗ്ഷന്റെ റൈറ്റ് ലിമിറ്റ് 0 ലുള്ള റൈറ്റ് ലിമിറ്റ് 1 ആണ്. നോക്കൂ, ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. പക്ഷേ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ഇനി ഫംഗ്ഷന്റെ വാല്യൂ നോക്കാം നമുക്ക്. ഫംഗ്ഷന്റെ വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of c എന്ന് പറയുന്ന ഇതിലത്തെ f of c എന്ന് പറയുന്നത് f of 0 ആണ്. 0 ലാണ് നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. f of 0 എന്താണ്? 1 ആണ്. ഈ ഡെഫിനിഷൻ പ്രകാരം f of 0 ഈക്വൽ ടു 1. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. പക്ഷേ ഇവിടെ റൈറ്റ് ലിമിറ്റ് എന്തായി? ഫംഗ്ഷന്റെ വാല്യൂനോട് ഈക്വൽ ആയി. എനിവേ ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ആയതുകൊണ്ട് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x ഈക്വൽ ടു 0. അപ്പോൾ ആസ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x ഈക്വൽ ടു 0, ഇവിടുത്തെ പോലെ ഒരു ലിമിറ്റ് 0 മറ്റേ ലിമിറ്റ് 1 ആണ്. limit does not exist, the function is discontinuous. ഇനി ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുന്നു, പക്ഷേ രണ്ട് ഡിഫറെന്റ് ആയി പോയതാണ്. സോ വി ഗെറ്റ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫസ്റ്റ് കൈൻഡ്. അത് എഴുതണമെന്നില്ല. the function is അത് ജസ്റ്റ് ഡെഫിനിഷൻ ആണ്. the function is discontinuous എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരുന്നു. ഇന്റീരിയർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി, എൻഡ് പോയിന്റുകളിലും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. And the function as a whole is continuous in this whole interval -2 to -2 എന്ന് പറയുന്ന whole interval ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. പക്ഷേ രണ്ടാമത്തെ കേസിൽ ലെഫ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ രണ്ടും ഡിഫറെന്റ് ആണ്. മാത്രമല്ല f of c അതായത് 0 ൽ ഫംഗ്ഷന്റെ വാല്യൂവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ഡിഫറെന്റ് ആണ്. റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഡിഫറെന്റ് ആണ്. സോ ദ ഫംഗ്ഷൻ ബിക്കംസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് x, the interior point x equal to 0. ഈ രണ്ട് പ്രോബ്ലം ടിപ്പിക്കൽ രണ്ട് എക്സാമ്പിളുകളാണ്. അടുത്ത വീഡിയോകളിൽ നമ്മൾ
ഫർദർ എക്സാമ്പിളുകളിലേക്ക് 3-4 എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി ഡെഫിനേഷൻ ആണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. പിന്നെ റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി, ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തന്നെ കുറച്ചും കൂടെ ഈ ലിമിറ്റഡ് ഡെഫിനേഷനും റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി വെച്ചുള്ള കുറച്ചും കൂടെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം.